വചനവീഥിയിലൂടെ ഫാദർ ജെ.ബി. പുത്തൂർ. വിശുദ്ധ മാർക്കോസ് രചിച്ച നമ്മുടെ കർത്താവ് ഈശോയുടെ പരിശുദ്ധ സുവിശേഷം. അധ്യായം 9, 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങൾ. സ്വർഗരാജ്യത്തിലെ വലിയവൻ. അവർ പിന്നീട് കഫർനാമിൽ എത്തി. അവൻ വീട്ടിലായിരിക്കുമ്പോൾ അവരോട് ചോദിച്ചു, വഴിയിൽ വെച്ച് എന്തിനെ കുറിച്ചാണ് നിങ്ങൾ തമ്മിൽ തർക്കിച്ചിരുന്നത്? അവർ നിശബ്ദരായിരുന്നതേയുള്ളൂ. കാരണം തങ്ങളിൽ ആരാണ് വലിയവൻ എന്നതിനെ കുറിച്ചാണ് വഴിയിൽ വെച്ച് അവർ തർക്കിച്ചത്. അവൻ ഇരുന്നിട്ട് 12 പേരെയും വിളിച്ചു പറഞ്ഞു, ഒന്നാമനാകാൻ ആഗ്രഹിക്കുന്നവൻ അവസാനത്തവനും എല്ലാവരുടെയും ശുശ്രൂഷകനുമാകണം. അവനൊരു ശിശുവിനെ എടുത്ത് അവരുടെ മധ്യത്തിൽ നിർത്തി അവനെ കരങ്ങളിൽ വഹിച്ചുകൊണ്ട് പറഞ്ഞു, ഇതുപോലുള്ള ഒരു ശിശുവിനെ എന്റെ നാമത്തിൽ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു. എന്നെ സ്വീകരിക്കുന്നവൻ എന്നെയല്ല, എന്നെ അയച്ചവനെയാണ് സ്വീകരിക്കുന്നത്. കൗശലവും കാലുഷ്യവും ശിഷ്യത്വത്തിന് യോജിച്ചതല്ല. യേശു തന്റെ ദർശനങ്ങൾ പങ്കുവെച്ചുകൊണ്ടും ജനങ്ങളുമായി സംവദിച്ചുകൊണ്ടും പാവപ്പെട്ടവരുടെ യഥാർത്ഥ ആവശ്യങ്ങൾ മനസ്സിലാക്കി അവർക്ക് സുവിശേഷമായി കൊണ്ടും ശിഷ്യന്മാരുമൊത്ത് നടന്നു നീങ്ങുന്ന സമയം. അവരുടെ യാത്ര അക്കാലത്ത് യേശു താമസിച്ചിരുന്ന കഫർനാമിലെ വീട്ടിലേക്കായിരുന്നു. ശിഷ്യന്മാർ വഴിമധ്യേ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ട് നീങ്ങുന്നതിനിടയിൽ ചെറിയൊരു തർക്കം അവരുടെ ഇടയിൽ ഉടലെടുത്തു. തങ്ങളിൽ വലിയവൻ ആര് എന്നായിരുന്നു ആ തർക്ക വിഷയം. യേശു അത് ശ്രദ്ധിച്ചിരുന്നു എന്ന് ഒരിക്കലും യേശു ശ്രദ്ധിച്ചതായിട്ട് ഭാവിച്ചില്ല. യേശു താൻ താമസിച്ചിരുന്ന ഭവനത്തിലേക്ക് ലക്ഷ്യമായിട്ട് നടന്നു നീങ്ങി. കൂടെ ശിഷ്യന്മാരുമുണ്ട്. ഭവനത്തിൽ ചെന്നതിന് ശേഷം ശാന്തമായിട്ട് യേശു ശിഷ്യന്മാരെ മുഴുവനും അടുത്ത് വിളിച്ച് അവരോടായിട്ട് ചോദിക്കുന്നു, എന്ത് കാര്യങ്ങളെ പറ്റിയാണ് നിങ്ങൾ വഴിയിൽ വെച്ച് സംസാരിച്ചിരുന്നത്? അതിന് അവർ ഒരു ഉത്തരവും നൽകിയില്ല. വെറും മാനുഷികമായിട്ടുള്ള സ്വാർത്ഥപരമായ ചിന്ത ആയിരിക്കണം അവരെ നയിച്ചിരുന്നത് അക്കാലത്ത്. അതുകൊണ്ട് തന്നെ ഒരു കൗശലം എന്ന രീതിയിൽ യേശുവിന് ഇഷ്ടപ്പെട്ട് കാണില്ല എന്നതിന്റെ അടിസ്ഥാനത്തിലും കൂടെ മാനുഷികമായ ഒരു കൗശലം ഉപയോഗിച്ചതായിരിക്കണം അവരുടെ നിശബ്ദത. എന്നാൽ പ്രത്യക്ഷത്തിൽ അവരെ അതിന് ശകാരിക്കാനൊന്നും യേശു മുതിരാതെ, യേശു അത് ശ്രദ്ധിച്ചിരുന്നു, വിഷയം യേശുവിന് മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് അവരെ ബോധ്യപ്പെടുത്തത്തക്ക വിധത്തിലും, ഒരു വിധത്തിൽ പറഞ്ഞാൽ അവരെ വിസ്മയിപ്പിക്കത്തക്ക വിധത്തിലും യേശു തുടർന്ന് പറയുകയാണ്, മക്കളെ, നിങ്ങൾ വിജാതീയരെ പോലെ ആരാണ് വലിയവൻ ആരാണ് ചെറിയവൻ എന്ന് പറഞ്ഞ് നിങ്ങൾ തർക്കിക്കാൻ ഇടവരരുത്. എന്റേതായിട്ടുള്ള ദർശനങ്ങളും കാഴ്ചപ്പാടുകളും നിങ്ങളുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്താൻ ഇടവരുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ എന്റെ ശിഷ്യരാണ് എന്ന് വരികിൽ, യഥാർത്ഥത്തിൽ ഈ തരം ചിന്തകളല്ല നിങ്ങളെ ഭരിക്കേണ്ടത്. നിങ്ങളുടെ ചിന്തകള് എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ കാണിച്ചു തരാം. അവിടെ ഉണ്ടായിരുന്ന ഒരു കുട്ടിയെ കയ്യിലെത്തിക്കൊണ്ട് യേശു പറയുകയാണ്, നിങ്ങൾ ഈ കുട്ടിയെ പോലെയാകും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്നത് തുറന്നു പറയുന്നതിന് എതിരൊന്നുമില്ല. കുട്ടികളുടെ സ്വഭാവം അനുസരിച്ച് അവര് അടിപിടി കൂടാനും ഇടയായേക്കാം. പക്ഷേ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം അവരുടെ പ്രകൃതി അനുസരിച്ച് കാലുഷ്യവും കൗശലവും അവരുടെ പ്രകൃതിയിൽപ്പെട്ടതല്ല. അവരുടെ പ്രകൃതിയിൽ നിഷ്കളങ്കത ആയിട്ടുള്ള സുതാര്യമായിട്ടുള്ള ഒരു പ്രകൃതിയാണ്. നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായാൽ തന്നെ അത് പറഞ്ഞു തീർക്കാനും അതിനുശേഷം ഒരു തരത്തിലും വൈരാഗ്യ ബുദ്ധിയോടുകൂടെ കാലുഷ്യം വെച്ച് കൗശലം കാണിക്കാൻ നിങ്ങൾ ഇടവരരുത്. തുറന്ന ഹൃദയം, ലാളിത്യത്തോടു കൂടിയുള്ള ചിന്തകള്, അങ്ങനെ വരുമ്പോഴാണ് യഥാർത്ഥ മനസ്സിന്റേതായിട്ടുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ അനുഭവിക്കുക. ഇതായിരിക്കണം എന്റെ ശിഷ്യന്മാരുടെ മുഖമുദ്ര. അതുകൊണ്ട് എല്ലാവരും ഒരേ അഭിപ്രായക്കാരാകണം എന്ന് യേശു ശഠിക്കുന്നില്ല.
വ്യത്യസ്തപ്പെട്ട ഒരു അഭിപ്രായങ്ങൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ടായാൽ തന്നെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ സ്വാതന്ത്ര്യത്തോടു കൂടി കൈകാര്യം ചെയ്താലും അതിന്റെ അടിസ്ഥാനത്തിൽ കാലുഷ്യം വെച്ചുകൊണ്ടുള്ള, വൈരാഗ്യം വെച്ചുള്ള ഒരു നീക്കം നിങ്ങളിൽ നിന്ന് ഉണ്ടാകരുത് എന്ന് യേശു അവരുടെ ജീവിത ശൈലിയിൽ ഉണ്ടാകേണ്ട ഒരു പാഠം എന്ന രീതിയിൽ അവരെ പരിശീലിപ്പിക്കുകയാണ്. അങ്ങനെ യേശു പറയാൻ കാരണം, അവരോട് ചോദിച്ച ചോദ്യത്തിന് അവര് ഉത്തരം നൽകിയില്ല. എന്തിനെ പറ്റിയായിരുന്നു നിങ്ങൾ വഴിയിൽ വെച്ച് സംസാരിച്ചിരുന്നത് എന്ന യേശുവിന്റെ ചോദ്യത്തിന് അവർ ഉത്തരം നൽകാതിരുന്നത് സത്യത്തിൽ പറഞ്ഞാൽ യേശുവിന് ഇഷ്ടമായി തോന്നിക്കാണില്ല. അതൊരു സ്വാർത്ഥപരമായിട്ടുള്ള കൗശലമാണ്. ആ കൗശലം നിങ്ങളിൽ നിന്നുണ്ടാകരുത്. സുതാര്യമായിട്ടുള്ള രീതി, അതിലെ സ്വാതന്ത്ര്യത്തോടും കൂടി കൈകാര്യം ചെയ്യാൻ സാധിക്കണം എന്ന രീതിയിലെ ആ സാഹചര്യത്തിലെ അവരുടെ ജീവിതത്തിൽ കണ്ടുമുട്ടിയ ഒരു പാകപ്പിഴവ് കലാത്മകമായിട്ട് സൗഹാർദ്ദത്തോടുകൂടെ അവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ, എന്നാൽ ഹൃദ്യതയോടുകൂടിയും വേണ്ട വിധത്തിൽ ഗൗരവത്തോടുകൂടിയും യേശു അവരെ പഠിപ്പിക്കുകയാണ്. ഈ തരത്തില് പല കാര്യങ്ങളും പഠിപ്പിച്ച് മുന്നോട്ട് പോയി എന്ന് വരികിലും അവർക്ക് പലതും മനസ്സിലാക്കാൻ സമയം വേണ്ടി വന്നു. പരിശുദ്ധാരൂപിയുടെ പ്രകാശം അവരുടെ ജീവിതത്തിലേക്ക് സന്നിവേശിപ്പിക്കാനിട വന്നതിന് ശേഷമാണ് യഥാർത്ഥത്തിൽ യേശുവിന്റെ പാഠങ്ങളുടെ പൊലിമയും അതിന്റെ മാധുര്യം അവരുടെ ജീവിതത്തിൽ അവർക്ക് അനുഭവവേദ്യമാകുന്നത്. ഇങ്ങനെ ഉണ്ടാകുന്ന സംഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ അതാത് അവസരത്തിൽ അവർക്ക് വേണ്ടതായിട്ടുള്ള നിർദ്ദേശങ്ങളും അവർക്ക് വേണ്ടതായിട്ടുള്ള പരിശീലനങ്ങളും നൽകിക്കൊണ്ട് ശിഷ്യന്മാരെ യേശു വളർത്തിക്കൊണ്ടുവരുന്നതായിട്ട് നമുക്ക് കാണാം. എങ്കിലും യേശുവിന്റെ മനസ്സിലെ ആഴത്തിലെ ഒരു മൂല്യബോധം എന്ന രീതിയിൽ ശിഷ്യന്മാരായിട്ടുള്ള വ്യക്തികളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് സത്യസന്ധമായ രീതിയും ആത്മാർത്ഥതയോടുകൂടിയുള്ള പ്രവർത്തന ശൈലിയും തുറവിയോടുകൂടിയുള്ള ജീവിത ശൈലി, അതിന് വിഘാതമായിട്ടൊന്നും നിങ്ങളിൽ ഉണ്ടാകരുത് എന്ന് യേശു ശിഷ്യന്മാരെ പഠിപ്പിക്കുന്ന ഒരു സുവിശേഷ ഭാഗമായിട്ട് ഇന്നത്തേത് നമുക്ക് കരുതാം.